നമുക്ക് ഇവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമാകുന്ന നോമ്പിൻ്റെ ഈ ബുധനാഴ്ച രാത്രിയിൽ അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 8, 5 മുതൽ 8 വരെ. അവൻ കവർന്ന് ഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറയും. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കർത്താവായ ക്രിസ്തുയേശുവിനാൽ പ്രിയമുള്ളവരെയും, വേദപുസ്തകത്തെ സുവിശേഷ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ലോകത്തോടുകൂടെ വെളിപ്പെടുത്തി നമുക്ക് വായിക്കുവാനായിട്ട് സാധ്യമാകും. നാം എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോഴെന്താണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒത്തിരിയേറെ ചിന്തകൾ വേദ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധ്യമാകും. പ്രധാനമായി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോടുകൂടെ പ്രാർത്ഥിക്കുവാനും ആ പിതാവിനോടുകൂടി നിൻ്റെ ആവശ്യങ്ങൾ ചൊല്ലുവാനും ആ പിതാവ് നൽകുന്ന അനുഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ കഴിയണമെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും യേശുവിനോടുകൂടെ ചോദിച്ച ചോദ്യമുണ്ട്. കർത്താവേ, യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാൻ അവരെ പഠിപ്പിച്ചു. അവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമോ? അവിടെ കർത്താവ് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ്, മാധുര്യമുള്ളൊരു പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേൻ തുടങ്ങപ്പെടുന്ന പ്രാർത്ഥന. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവാൻ. അവിടെ ആ ഒരു പ്രാർത്ഥനയുടെ ചുരുക്കം എന്ന് പറയുന്നത് കർത്താവിനെ അഭിസംബോധന ചെയ്ത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആവശ്യങ്ങൾ ചൊല്ലി നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ള ഒരു സത്യത്തെയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞത്, പഠിപ്പിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മുഴുവനും പഠിപ്പിക്കുകയാണ്, അവരെ ഉത്ബോധിപ്പിക്കുകയാണ്, അവർക്കൊരു പുതിയ ആലോചന കൊടുക്കുകയാണ്. കൂടാതെ യേശു തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14 മുതലുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴും യേശുവിൻ്റെ ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 17-ാം അധ്യായത്തിൽ, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നായിട്ടാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പോൾ യേശു അവിടെയും പ്രാർത്ഥിക്കുന്നത് ഞാനെങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള രീതിയെ അവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ് ചെയ്യപ്പെടുന്നത്. ഇന്ന് ധ്യാനത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും പ്രാർത്ഥനയെ പറ്റിയുള്ള മറ്റൊരു രീതിയെ, മറ്റൊരു തലത്തെ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എനിക്കുണ്ടാകേണ്ട ചില മനോഭാവങ്ങളെക്കുറിച്ചിട്ട് പഠിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ശ്രമിക്കുക. ഇവിടെ ശതാധിപനായ മനുഷ്യൻ കവർന്ന ഭൂമിയിലെത്തിയ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് തൻ്റെ ദാസന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. സൗഖ്യമാക്കാമെന്ന് പറയുമ്പോഴും, നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ സൗഖ്യമാക്കാമെന്ന് പറയുമ്പോഴും, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാനായിട്ട് ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആ വിശ്വാസം കണ്ട് ആ വിശ്വാസത്തെ പ്രകീർത്തിച്ച കർത്താവ് എങ്ങനെയാണ് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കപ്പെടേണ്ട രീതിയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ മുമ്പാകെ ആയിരുന്ന മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട് ആ വിശ്വാസത്തിന് തക്ക പ്രതിഫലം കൊടുക്കുന്ന ഒരു വേദഭാഗത്തെയാണ് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാവുക. ശതാധിപൻ ഇവിടെ അപേക്ഷിച്ച ഈ പ്രാർത്ഥന രീതിയിൽ ചില രീതികളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ഇങ്ങനെ പറഞ്ഞ, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആർക്കു വേണ്ടിയാണ് ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത്?
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രാർത്ഥനയായി മാറുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും, എനിക്കും എൻ്റെ മക്കൾക്കും, എനിക്കും എൻ്റെ ജീവിതത്തിനും, അങ്ങനെ സ്വാർത്ഥതയുടെ ഒരു പ്രാർത്ഥനയായിട്ട് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാറിപ്പോകാറായിട്ടില്ലേ? ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ ശതാധിപനായ മനുഷ്യൻ തന്നെ ആ പ്രാർത്ഥനയുടെ മനോഭാവത്തിൽ ഒന്നാമത് പറയുന്നുണ്ട്, ശതാധിപൻ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നത് ശതാധിപൻ്റെ ഭാര്യയ്ക്കോ ശതാധിപൻ്റെ മക്കൾക്കോ വേണ്ടിയിട്ടല്ല, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, അവൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ടിയിട്ടല്ല ഈ ശതാധിപൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നത്. ശതാധിപൻ അപേക്ഷയുമായി കർത്താവിൻ്റെ മുമ്പാകെ വന്നത് തൻ്റെ ഭവനത്തിലെ ഒരു അടിമയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു ദാസന് വേണ്ടിയിട്ടാണ്. ദാസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അടിമ വില കൊടുത്ത് വാങ്ങി വീട്ടു ജോലിക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അവൻ്റെ വില എന്ന് പറയപ്പെടുന്നത് അല്പമാകുന്ന ദ്രവ്യത്തിൻ്റെ വില അത്രേ ഉണ്ടാകത്തുള്ളൂ. ആ വില കൊടുത്ത് വാങ്ങപ്പെട്ട ആ ഒരു അടിമ ദാസൻ രോഗാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ ശതാധിപൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ദാസൻ എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് രോഗാവസ്ഥയിൽ വളരെ വേദനയോടുകൂടി ആയിരിക്കുന്നുണ്ട്, ഒന്ന് സൗഖ്യമാക്കണമേ. അപ്പോൾ ശതാധിപൻ്റെ പ്രാർത്ഥന രീതി ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്നതാണ്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന രീതികൾക്ക് ദൈവീകമായ പ്രതിഫലത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയിലൊരു മനോഭാവം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി, സഹമനുഷ്യർക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. സ്തെഫാനോസ് എന്ന് പറയപ്പെടുന്ന അപ്പോസ്തലനെ കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഇവിടെ പാപം ഇവിടെ മേൽ നിലനിർത്തരുതേ, അവിടെ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ മനുഷ്യരുടെ മേൽ ആ ശിക്ഷ ഇട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ മനോഭാവം മറ്റുള്ളവരോട് കൂടെയുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെ സ്തെഫാനോസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇവിടെ പക്ഷപാതം പിടിക്കപ്പെട്ട ഈ ദാസന് വേണ്ടി ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴും ആ ശതാധിപൻ്റെ മനോഭാവം എന്നിലുണ്ടാകേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ: ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾക്കോ എൻ്റെ ആവശ്യങ്ങൾക്കോ എൻ്റെ ജീവിത രീതികൾക്കോ എൻ്റെ നേട്ടങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, അതിനേക്കാളുപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിത തലങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി അതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വന്നതായ 2 ദൈവദൂതന്മാർ അവിടെ ഉദ്ദേശം അബ്രഹാമിനോട് വെളിപ്പെടുത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: അല്ലയോ യജമാനന്മാരെ, ആ സൊദോം ഗൊമോറയിൽ 50, 40, 30, 20, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ, ആ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോൾ ആ ലോകത്തെ അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ തടസ്സം പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് ലോത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. ലോത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, അതിൻ്റെ സഹോദരനാണ്, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണമെന്നല്ല അബ്രഹാം പ്രാർത്ഥിച്ചത്. അബ്രഹാം പ്രാർത്ഥിച്ചത് ആ ഒരു പട്ടണത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പട്ടണത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, ആരും നശിച്ചു പോകാതിരിക്കുവാനായിട്ടും നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അബ്രഹാം അവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത്. പക്ഷേ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായിട്ട് ആരെയും തന്നെ കാണുവാനായിട്ട് കഴിയാത്ത, 10 പേരെ പോലും കാണുവാൻ കഴിയാത്തത് കൊണ്ടിട്ട് ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു എന്നാണ്. അവിടെയും അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരണം എന്നതാണ്. പലപ്പോഴും കല്ലെറിയപ്പെടുന്ന പ്രാർത്ഥനകളായിട്ട് മാറിപ്പോകാറായിട്ടില്ലേ നമ്മുടെ പ്രാർത്ഥനകൾ? പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെ കല്ലെറിയപ്പെടുന്ന അനുഭവങ്ങളായി തീരുകയാണ്. കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ചുറ്റും നിൽക്കുന്നവർ, മുൻപിലും പിൻപിലും വശങ്ങളിൽ നിൽക്കുന്നവരൊക്കെ അവളെ കല്ലെറിയാൻ ശ്രമിക്കുകയാണ്. ആ മറ്റുള്ളവർ കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ യേശു പറയുകയാണ്, അവളെ വിടുവിൻ എന്ന് പറഞ്ഞിട്ട് അവളെ രക്ഷയുടെ പാതയിലേക്ക് ക്രിസ്തു കൈപിടിച്ചു നടത്തുന്നതും യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും.
പ്രിയമുള്ളവരെ, പ്രാർത്ഥന അതെനിക്ക് വേണ്ടി മാത്രമാകരുത്, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭർത്താവിനും വേണ്ടി മാത്രമാകരുത്. പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൂടെ ആകണം. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം, അവിടെ ഈ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഒരിടത്ത് നിന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. അപ്പോസ്തലൻ ഒരിടത്ത് കിടക്കുമ്പോൾ അപ്പോസ്തലന്മാർ, പത്രോസ് കിടക്കുമ്പോൾ അപ്പോസ്തലന്മാർ മുഴുവനും മാറിയിരുന്ന് അവർ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഒരു സഭ ഒന്നടങ്കം ആ ഒരു ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാനായിട്ട്, സ്വാതന്ത്ര്യം കിട്ടുവാനായിട്ട് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദമസ്കോസിലേക്ക് യാത്ര ചെയ്ത ആ സൗൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ അന്ധകാരം പിടിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് അയക്കപ്പെടുന്ന അനന്യാസിനെയാണ്. അനന്യാസിനോട് കൂടെ പറഞ്ഞ്, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ നിന്റെ ശത്രുവായിരിക്കാം, നിന്നെയും നിന്റെ സമൂഹത്തിൽ ഉപദ്രവിച്ചവനായിരിക്കാം, നിന്നെ തള്ളിക്കളഞ്ഞവനായിരിക്കാം, നിന്നെ അംഗീകരിക്കാത്തവനായിരിക്കാം, നിന്നെ ഉപേക്ഷിച്ചവനായിരിക്കാം, നിന്നെയും നിന്റെ സമൂഹത്തെ പീഡിപ്പിച്ചവനായിരിക്കാം. ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നീ അവന് വേണ്ടി, ആ കിടക്കപ്പെടുന്ന, കണ്ണ് കാണാതെ അന്ധകാരത്തിൽ കിടക്കപ്പെടുന്ന ആ സൗലിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ പൂർണ്ണനായി അവനൊന്ന് എഴുന്നേൽച്ചു വരുവാനായിട്ട്, അവൻ എൻ്റെ പാനപാത്രം ചുമക്കുന്ന ഒരു പാത്രമായി തീരുവാൻ, ഒരു മനുഷ്യനായി തീരുവാൻ വേണ്ടിയിട്ട് നീ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അനന്യാസിനെ സൗലിൻ്റെ അടുക്കലേക്ക് അയക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന രീതികളിൽ ചില മനോഭാവങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്, ചില രീതികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്, ചില തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി ആകണം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മളെപ്പോഴും ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്, സഭയിലെ പുരോഹിതന്മാർ, അഭിഷിക്തന്മാർ. അവരോടുകൂടെ നാം പറയാറുണ്ട്, എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടെ ഉള്ള ആ ഒരു അപേക്ഷ അവരേറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, അവിടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടുമെന്നത്. അതുകൊണ്ടിട്ടാണ് അവരോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നത്. അതുകൊണ്ടിട്ടല്ലേ അവരുടെ മധ്യേ പോയിട്ട് നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരൊക്കെ നിങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ടിട്ടല്ലേ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടാകുന്നത്, എൻ്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകും, എൻ്റെ ബന്ധനങ്ങൾ മാറും, എൻ്റെ പീഡനങ്ങൾ മാറും, എനിക്ക് ആശ്വാസം കിട്ടും. ആ ഒരു വിശ്വാസം മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടതകൾക്കും നീക്കുപോക്ക് ഉണ്ടാകുവാനായിട്ട്. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും മറ്റുള്ളൊരു പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം എന്ന് ഒന്നാമതായി നമ്മെ പഠിപ്പിക്കണം. രണ്ടാമത്, ശതാധിപൻ്റെ പ്രാർത്ഥനാ രീതി, അതിൻ്റെ മനോഭാവം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരവസ്ഥയുണ്ട്. 8-ാമത്തെ വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. തുടർന്ന് ശതാധിപൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് പറയുക. ശതാധിപൻ എന്ന് പറയപ്പെടുന്നത് ഒരു റോമൻ സൈന്യാധിപനാണ്. റോമൻ സൈന്യാധിപത്യത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. 100 പട്ടാളക്കാരന് അധിപനാണ്. അപ്പോൾ അവൻ വിളിച്ചാൽ വരാനും പോകാനും ഒക്കെ ഒത്തിരിയേറെ അവൻ്റെ ചുറ്റുമുണ്ട്. ഇവിടെ ആ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബലഹീനതകൾ അംഗീകരിച്ചുകൊണ്ട്, കഴിഞ്ഞ രാത്രിയിലുള്ള ധ്യാനചന്ത അങ്ങനെയാണ്, കുറവുകൾ അംഗീകരിക്കപ്പെടുക, പശ്ചാത്തപിക്കുക, അനുദപിക്കുക, മടങ്ങി വരിക എന്നതാണ്. അപ്പോൾ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, പ്രാർത്ഥനയുടെ രീതികൾക്ക്, മനോഭാവങ്ങൾക്ക് ഒരു മാറ്റത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്, കർത്താവേ, ഞാൻ പോരാത്തവനാണ്. ഇവിടെ വലിയൊരു അധികാര പദവി നിൽക്കുന്നവനാണ്, എല്ലാം കൊണ്ട് നല്ല പദവിയുണ്ട്, അല്ലേ, എല്ലാം കൊണ്ട് ഒരു വലിയ അധികാരമുണ്ട്. ആര് പറഞ്ഞിരുന്നാലും എന്തു പറഞ്ഞിരുന്നാലും ചെയ്യുവാനായിട്ട് ഒത്തിരി പേര് ചുറ്റുമുണ്ട്. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് കൂടെ വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. നോക്കുക, അവൻ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു അധികാരത്തിന് ഉൾപ്പെട്ട മനുഷ്യനാണ്, എൻ്റെ കീഴിൽ ഒത്തിരി ദാസിദാസന്മാരുണ്ട്, ഞാൻ പറഞ്ഞാൽ ചെയ്യുവാനായിട്ട്, അപ്പോൾ തന്നെ ചെയ്യുവാനായിട്ട് ഒത്തിരി പേരുണ്ട്. എങ്കിലും ആ മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക, അധികാരത്തിൻ്റെയും പദവിയുടെ ഭ്രമങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പോരാത്തവൻ, ഞാൻ കുറവുള്ളവൻ, ഞാൻ ബലഹീനൻ ആണ്. അതാണ് യിരെമ്യാവും പറയുന്നത്, കർത്താവേ, ഞാൻ ബാലനത്രേ. യിരെമ്യാവ് 1-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യം വായിക്കുമ്പോഴും അവിടെ കാണുവാൻ പറയുന്നതാണ്, കർത്താവേ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിയില്ല, എനിക്ക് കഴിവില്ല,
നിൻ്റെ ഈ ജനത്തെ നയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എന്ന് സ്വയം താഴ്ത്തുകയാണ്. സ്വയം തൻ്റെ ബലഹീനതകളെ കർത്താവിനോട് കൂടെ പറയണം. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ ബലപ്പെടുത്തും, നിന്നെ ഞാൻ ശക്തീകരിക്കും, നീ ഭയപ്പെടേണ്ടതായിട്ടില്ല, ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ട്. മോശയോട് പറഞ്ഞത് തന്നെയാണ്, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാം. യോശുവയോട് പറഞ്ഞത് തന്നെയാണ്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവുക? എൻ്റെ കുറവ് ഞാൻ അംഗീകരിച്ച്, എൻ്റെ ബലഹീനത ഞാൻ അംഗീകരിച്ച് ആ ദൈവസന്നിധിയിൽ ഏറ്റുചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിനിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാനായിരിക്കുന്ന ഒരു ചില സ്ഥാനമാനങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കണം. അതൊക്കെ ഉപേക്ഷിച്ച് താഴെക്കിടയിലേക്ക് ഇറങ്ങി വരണം. താഴെക്കിടയിൽ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ പാദാന്ത്യത്തോളം ഇറങ്ങി വന്നിട്ട് ഞാൻ പോരാത്തവനെന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ മനോഭാവം ഇന്ന് രണ്ടാമതായി നമുക്ക് നൽകണം. അപ്പോൾ പറയുകയാണ്, ബലഹീനതകൾ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, പ്രാർത്ഥനാ രീതികളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയണം. രണ്ട്, ബലഹീനത കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുവാനായിട്ട്. അതിൻ്റെ പ്രതിഫലം എന്താണ്? ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? എന്ത് അനുഗ്രഹമാണ് എനിക്ക് കിട്ടുന്നത്? പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കെന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ ആ കിട്ടുന്നതിനെ കുറിച്ചിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 13 ഇങ്ങനെ, പിന്നെ യേശു ശതാധിപന് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. വിശ്വാസത്തിന് തക്ക പ്രതിഫലം നമ്മുടെ ആത്മാർത്ഥമാവുന്ന പ്രാർത്ഥനയ്ക്കുണ്ട് എന്നതാണ്. തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മനോഭാവത്താൽ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിൻ്റെ വിശ്വാസത്തിൻ്റെ തക്ക പ്രതിഫലം കർത്താവ് നിനക്ക് തരും. അത് യാതൊരു മാറ്റമില്ല. കർത്താവ് വാക്ക് മാറാത്തവനാണ്. ഞാനും നിങ്ങളൊക്കെ വാക്ക് മാറുന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, ഈ നിമിഷം പറയുന്നതല്ല അടുത്ത നിമിഷം പറയുന്നത്. പലപ്പോഴും വാക്ക് മാറിയൊക്കെ യാത്ര ചെയ്യുന്നവല്ലാവൻ അത് മാനുഷികമാണ്. കർത്താവ് മാനുഷികമായിട്ടല്ല പറയുന്നത്. കർത്താവ് പറയുന്നത് വാക്കും മാറാത്തൊരു അനുഭവത്തെ പറയുകയാണ്. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കണമെങ്കിൽ നീ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യപ്പെടണം. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ കുറവുകൾ, നിന്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് നിൽക്കുവാനായിട്ട് കഴിയണം. അതാണ് 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാലെങ്കിലും സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അവൾ 12 വർഷം പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി, പലരുടെ അടുക്കൽ അവൾ സമ്പാദ്യങ്ങളൊക്കെ ചെലവഴിച്ച് എല്ലാം നഷ്ടമാക്കി. ഇപ്പോൾ ശൂന്യമായി ഓട്ടക്കാലണ എന്ന് പറയുന്നത് പോലുള്ളൊരവസ്ഥയിലാണ്. ഒന്നുമില്ല, ഓട്ടക്കാലണ മാത്രമേ അവളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നത്, യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുന്നൊരു ഏക വിശ്വാസം, അത് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, യേശു എന്നെ തൊട്ടാലെന്നല്ല, യേശുവിൻ്റെ അടുക്കൽ പോയെന്നല്ല, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വിടുതൽ കിട്ടുമെന്നുള്ള തീവ്രമായ വിശ്വാസം, ഉറച്ച വിശ്വാസം അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് നയിച്ചു. അവിടെയാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത്. തുടർന്ന് കർത്താവ് അവളോട് കൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, പോകാം, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പോകാം, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടു കൂടെ ഉള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഉണ്ട്. കുറ്റങ്ങളെയും പാപങ്ങളെയും ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവികമായ പ്രതിഫലം ഉണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് കുരുടനായ മനുഷ്യനോട് യേശു ചോദിച്ച ചോദ്യമുണ്ട്, ഇത് ചെയ്തു തരുവാനായിട്ട് എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു? കുരുടനാണ്, യേശു ആരെന്ന് കണ്ടിട്ടില്ല, ഒരുപക്ഷെ കേട്ടിരിക്കാം. അപ്പോൾ യേശുവിനെ കാണാതെ ആ യേശുവിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ അവനോട് ചോദിക്കുകയാണ്, എനിക്കിത് ചെയ്തു തരുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അതെ, ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ്. പോകാൻ, നിൻ്റെ വിശ്വാസം നിന്നിൽ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് കാഴ്ച കൊടുത്ത് അവനെ അയക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് വേദപുസ്തകത്തിൽ. ആ ക്രിസ്തു ഇന്നും നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ശതാധിപൻ്റെ പ്രാർത്ഥനയിൽ കൂടി പഠിപ്പിക്കുന്നത് തന്നെയാണ്. നിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ നിൻ്റെ തലങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിൻ്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ,
നിൻ്റെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നീ നിൽക്കുന്ന ഇടങ്ങളെ വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ പാദാന്തികത്തോളം ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ദൈവിക പ്രതിഫലം നിനക്കുണ്ട്. നിൻ്റെ വിശ്വാസം തക്ക പ്രതിഫലം ദൈവം നിനക്ക് തരും എന്ന് വേദപുസ്തകം ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന രീതികളെ നമുക്കൊന്ന് അല്പം ഒന്ന് മാറ്റാം. ചുവടുകളെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. മനോഭാവങ്ങൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ചിന്തകളെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. പുതിയ ചിന്തകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രാർത്ഥിക്കാൻ രീതികളെ ഒക്കെ വചനത്തിൽ കൂടെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹപ്രദമാവുന്ന തലങ്ങളാകട്ടെ. ഈ നോമ്പിൻ്റെ ഓരോ നാളുകൾ ഏകദേശം പകുതി ഭാഗത്തോളം നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി പകുതി ഭാഗം മാത്രമേ ഉള്ളൂ നോമ്പ് പൂർത്തീകരിക്കുവാനായിട്ട്. ഈ നോമ്പിൻ്റെ പകുതി ഭാഗത്ത് നിൽക്കുമ്പോൾ ഇനി ചുരുങ്ങിയ കുറച്ച് നാളുകളിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നിലും നിന്നിലും ഉണ്ടാകുന്ന പ്രാർത്ഥന മനോഭാവങ്ങൾ മാറ്റുവാൻ കഴിയണം. തീവ്രമായ വിശ്വാസത്തോടുകൂടെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടെ, കുറവുകളേറ്റ് ചൊല്ലിയുള്ള പ്രാർത്ഥനയോടുകൂടെ, താഴെക്കടയിലേക്ക് ഇറങ്ങി വന്ന പ്രാർത്ഥനകളോടുകൂടെ കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്ന് ശരണം പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിഞ്ഞ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നോളം ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്ക് പുതിയ കീർത്തന പുസ്തകം 375 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 579. പുതിയ കീർത്തന പുസ്തകം 375, പഴയ കീർത്തന പുസ്തകം 579. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു,